ക്രിപ്റ്റോസി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ആവേശം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പാകിസ്ഥാനും ഓസ്ട്രേലിയ തമ്മിലൊരു മത്സരം വരുന്നുണ്ട്, ഒരു ടൂർണമെന്റ് സീരീസ്. അത് ജൂൺ 2 വരെയാണ് മത്സരം തുടങ്ങുക. അപ്പൊ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അവരുടെ IPL പ്ലേയേഴ്സിനെ ആ ടൂർണമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പോ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ക്ലാരിഫിക്കേഷൻ കംസ് ഇൻ ദ വീക്ക് ഓഫ് 3-match ODI series by jointly announced on Thursday. അത് ഇന്നലെയാണ് അവർ അനൗൺസ് ചെയ്തത്. പാകിസ്ഥാനെതിരെ അവർ കളിയുണ്ട് May 30, June 2, June 4 എന്നീ ദിവസങ്ങൾക്ക് മത്സരം നടക്കുക. അപ്പൊ IPL May 23 IPL കംപ്ലീറ്റ് ആകും. May 24 IPL കംപ്ലീറ്റ് ആകും. പിന്നെ 26 മുതൽ പ്ലേ ഓഫും അതായത് ഫൈനലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോ ഇപ്പോ ഓസ്ട്രേലിയന്റെ പ്ലേയേഴ്സ് ഇപ്പൊ പാറ്റ് കമ്മിൻസ്, അദ്ദേഹമാണല്ലോ ODI ക്യാപ്റ്റൻ, നമുക്കറിയാമല്ലോ. പിന്നെ മിച്ചൽ മാഷ്, അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ഉണ്ടായത്. വൈസ് ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം കമ്മിൻസ് ക്യാപ്റ്റനായിട്ട് പുറത്തു പോയ സമയത്ത് അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ ഉണ്ടായത്. പിന്നെ അതർ ഓസ്ട്രേലിയൻസ്, അതായത് ഇപ്പൊ ട്രാവിസ് ഹെഡ്, ടിം ഡേവിഡ്, ജോഷ് ഹേസൽവുഡ്, സേവർ ബാർട്ടറ്റ്, കൂപ്പർ കണോളി, മാർക്കസ് സ്റ്റോയിനസ്, ജോഷ് ഇംഗ്ലിസ്, കാമറോൺ ഗ്രീൻ, മിച്ചൽ സ്റ്റാർക്ക്, മാത്യു ഷോട്ട്. അപ്പൊ ഇപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ 10 ടീമിന് 4 ടീം മാത്രമേ ക്വാളിഫൈ ചെയ്യൂ, ബാക്കി 6 ടീം പുറത്തേക്ക് പോകും. ഇതിലിപ്പോ കമ്മിൻസ്, ഹെഡ്, ഡേവിഡ്, ഹേസൽവുഡ്, ബാർട്ട്ലറ്റ്, കണോളി, ഇവര് ഇപ്പൊ ടോപ്പ് 4 കളിക്കുന്ന പ്ലേയേഴ്സ്. അതായത് ഇപ്പൊ SRHന്റെ പ്ലേയേഴ്സ് ആണ് കമ്മിൻസും ഹെഡും. ബാംഗ്ലൂരിന്റെ പ്ലേയേഴ്സ് ആണ് ടിം ഡേവിഡും ജോഷ് ഹേസൽവുഡും. നമ്മുടെ പഞ്ചാബിന്റെ പേരാണ് കൂപ്പർ കണോളി, മാർക്കസ് സ്റ്റോയിനസും, സേവർ ബാർട്ടറ്റും ഒക്കെ. അപ്പൊ ഇവരിപ്പോ 1, 2, 3 സ്ഥാനം കളിക്കുന്ന ടീമാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവര് എന്തായാലും ഉണ്ടാവും. മറ്റ് പ്ലേയേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. മറ്റേ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മാത്യു ഷോട്ടാണ് ചെന്നൈയിൽ ഇരുന്നത്, ബാക്കി ഓസ്ട്രേലിയൻ പ്ലെയർ ഒന്നും ഇല്ല. പിന്നെ കാമറോൺ ഗ്രീനും, ഈ 2 പ്ലെയർ മാത്രമേ ഉള്ളൂ. അതാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ കാര്യം ഡൗട്ട്ഫുൾ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ അവര്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ 8 പ്ലെയർ ഇടുന്നത് മറ്റ് 2 പ്ലെയർ ഇപ്പൊ ചെന്നൈ കേരള നമുക്ക് ഓഫീഷ്യലി പറയാൻ കഴിയില്ല, കാരണം അവരിപ്പോ 6ാം സ്ഥാനം നിൽക്കുന്ന ടീമാണെന്ന കാര്യം കൂടി ഉറക്കേണ്ടതുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.